നമസ്കാരം, ഏവർക്കും സൈലം SSC-RRB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതെ SI ആൻഡ് CI, പൊതുവെ മത്സര പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ ഏറെ കുഴപ്പിക്കുന്ന ഭാഗങ്ങളാണിത്. അപ്പോൾ SIയിലെയും CIയിലെയും ചോദ്യങ്ങൾ ഏറ്റവും ഫാസ്റ്റായി എങ്ങനെ ചെയ്യാം എന്ന് നോക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തേഡിലൂടെ വളരെ ഫാസ്റ്റായി നിങ്ങൾക്ക് SI ആൻഡ് CIയുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മെത്തേഡിന്റെ പേര് ചാർട്ട് മെത്തേഡ് എന്നാണ്. എന്താണ്? ചാർട്ട് മെത്തേഡ് എന്നാണ് നമ്മുടെ മെത്തേഡിന്റെ പേര്. സോ നമ്മുടെ ചാർട്ട് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്, സാധാരണയായി എക്സാമിന് ചോദിച്ച് കാണുന്ന വാല്യൂസിനെ ഒരു ചാർട്ടായി നമ്മൾ പഠിച്ചു വെക്കുവാണ്. അത് 2 ഇയറിന്റെ ചാർട്ടും 3 ഇയറിന്റെ ചാർട്ടുമാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, സാധാരണ പൊതുവെ നമ്മൾ കണ്ടുവരാറുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ 2 ഇയർ, അതേപോലെ 3 ഇയർ സിമ്പിൾ, അതേപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻസ് ഒക്കെയാണ് കൂടുതൽ. പ്രത്യേകിച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് 2 ഇയറും 3 ഇയറും തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു വാല്യൂ എങ്ങനെ ഓർത്തിരിക്കും. അപ്പം അതിന് നിങ്ങൾ വിഷമിക്കേണ്ട, അതിനും ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഈ മെത്തേഡ് ഒന്ന് മനസ്സിലാക്കാം. ഇപ്പം ചാർട്ട് മെത്തേഡ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ചാർട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഈ ചാർട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും ചാർട്ടാണ്. 2 ഇയറിലേക്കുള്ള ചാർട്ടാണ്. അതായത് 2 വർഷത്തെ പലിശ ചോദിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു ചാർട്ടാണിത്. അപ്പോൾ ഇതിനകത്ത് വാല്യൂസ് നമുക്ക് പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം റേറ്റ് പെർസെൻറ്റേജ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻ പെർസെൻറ്റേജ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇൻ പെർസെൻറ്റേജ്, അവരുടെ ഡിഫറൻസ്, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ് ഇൻ പെർസെൻറ്റേജ്. ഇത്രയും വാല്യൂസ് നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇവിടെ നിങ്ങൾക്ക് റേറ്റ് പെർസെൻറ്റേജ് കാണാൻ പറ്റും. 1%, 2%, 3, 4, 5, 6, 7, 8, 9, 10 എക്സെട്ര എക്സെട്ര. അതായത് എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ പലിശ നിരക്കാണ് ഈ റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റ് പെർസെൻറ്റേജ് 1% ആണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 2% ആയിരിക്കും. അതായത് 2 വർഷത്തേക്കാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്കിൽ നമുക്കറിയാം റേറ്റ് ഇൻറ്റു ടൈം, അതായത് റേറ്റ് 1 ആണ്, ടൈം 2 ആണ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? അതിൻ്റെ നേരെ ഇരട്ടി, 2%. റേറ്റ് 2 ചോദിക്കുമ്പോൾ എത്രയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്? അതിൻ്റെ നേരെ ഡബിള്, 4%. 3 ആണെങ്കിൽ 6, 4 ആണെങ്കിൽ 8, 5 ആണെങ്കിൽ 10, ഇനി 10 ആണെങ്കിൽ 20, 11 ആണെങ്കിൽ 22, 18 ആണെങ്കിൽ 36. അതായത് 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എത്രയാണോ റേറ്റ് പെർസെൻറ്റേജ് അതിൻ്റെ നേരെ ഇരട്ടിയായിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻ പെർസെൻറ്റേജ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഇപ്പോൾ 4% ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻ പെർസെൻറ്റേജ് എങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ തുകയുടെ 4%, അതായത് 4/100 ആയിരിക്കും നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ മെത്തേഡ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ്. കാരണം നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഡയറക്റ്റ് ഫോർമുല അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. അത് വെച്ചുള്ള കാൽക്കുലേഷൻസ് ലെങ്തിയാണ്, അല്ലെ? നമുക്കറിയാം P × 1 + R/100 എന്ന ഇക്വേഷൻ ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ ആ ഇക്വേഷൻ എന്താണ്? ലെങ്തിയാണ്. അപ്പൊ ആ ഇക്വേഷനെ വളരെ ഫാസ്റ്റായി ഉള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് നമ്മൾ ബൈപ്പാസ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ആ മെത്തേഡുകളിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ചാർട്ട് മെത്തേഡ്. അപ്പോൾ ഇതിന്റെ ഉപയോഗം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ്. അപ്പോൾ എങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ 1% ആണ് നിങ്ങളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, 2 വർഷത്തേക്കാണ് നമ്മുടെ കാലയളവെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 2.01% ആയിരിക്കും. ഇനി 2% റേറ്റ് ആണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 4.04% ആയിരിക്കും. 3% ആണെങ്കിൽ 6.09, ഇനി 5% ആണെങ്കിൽ 10.25. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ഈ വാല്യൂസ് ഓർത്തിരിക്കാൻ പറ്റുക? ഈ വാല്യൂസ് ഒക്കെ മെമ്മറിയിൽ കീപ്പ് ചെയ്യണ്ടേ? അതൊരു ടാസ്ക് അല്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനും നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. ഇത് ഓർത്തിരിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് കൂടെ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്കറിയാം 1% അല്ലേ മക്കളെ? 1 × 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 അല്ലേ? 2ന്റെ സ്ക്വയർ, 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 അല്ലേ? അപ്പൊ 2.01. അപ്പൊ ഇവിടെ നമ്മൾ 2.01% എന്ന് എഴുതി. ഇനി 2 നമുക്കൊന്ന് നോക്കാം. 2%. 2 × 2 എത്രയാ? 4. അത് കഴിഞ്ഞ് നേരെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. 2ന്റെ സ്ക്വയർ കാണുക, 4 ആണ്.
that is 0.4, that is equal to 4.04% എന്ന് നമുക്ക് കിട്ടും. ഇനി 3 അങ്ങനെ പറ്റുമോ നോക്കി നോക്കാം. 3%, 3 into 2 6 അല്ലേ, 3യുടെ സ്ക്വയർ എത്രയാ 9 അല്ലേ, ജസ്റ്റ് 0.9 എന്നിട്ട് കൊടുക്കുക, 6.09%. അത് തന്നെയല്ലേ ഇവിടെയുള്ള വാല്യൂ. ഇനി 4 അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാലോ. 4% എന്ന് പറയുമ്പോൾ 4 into 2 മനസ്സിൽ ആലോചിക്കുക, 8, 4ന്റെ സ്ക്വയർ 16 ആണ്. ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക, 8.16% ആണ് 4%ന്റെ വാല്യൂ. ഇനി 5%ന്റെ ആണ് കാണേണ്ടതെങ്കിൽ 5% ആണെങ്കിൽ 5 into 2 ആലോചിക്കണം, അപ്പോൾ 10. 5ന്റെ സ്ക്വയർ ആലോചിക്കണം, 0.25. അപ്പോൾ 10 ഇടുക, പിന്നെ ഒരു പോയിന്റ് ഇടുക, 25. ഇനി 6% ആണെങ്കിലോ 6 into 2 12 ആണ്, ഒരു പോയിന്റ് ഇടുക, പിന്നെ 6ന്റെ സ്ക്വയർ ആയ 36. അപ്പോൾ 12.36%. അപ്പോൾ 8% എന്ന് വന്നാലോ 8 into 2 16, ഒരു പോയിന്റ് ഇടുക, 8ന്റെ സ്ക്വയർ 64, 16.64%. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദിക്കുമ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്യുവാണ്, പെർസെൻറ്റേജിന്റെ കാലിലേക്ക് നമ്മൾ പന്തിട്ട് കൊടുക്കുവാണ്. പെർസെൻറ്റേജിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അതിലെ എന്ത് ചെയ്യാണ്, ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷനെ നേരെ ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അതായത് പ്രിൻസിപ്പളിന്റെ ഇത്ര ശതമാനമാണ് ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ഫാസ്റ്റ് ആണ്, ജസ്റ്റ് പെർസെൻറ്റേജ് വാല്യൂ കാണേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇനി 9% ആണെങ്കിൽ നോക്കിക്കേ, 9 into 2 18, അതേപോലെ 9ന്റെ സ്ക്വയർ 0.81. 8% ആണെങ്കിൽ 8 into 2 16, 8ന്റെ സ്ക്വയർ 64. 7% ആണെങ്കിൽ 7 into 2 14, 7ന്റെ സ്ക്വയർ 49. അപ്പോൾ ഈ ടേബിൾ എങ്ങനെ പഠിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ എളുപ്പമായില്ലേ. ഇവിടെ എന്താ, എല്ലാം ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇനി 10% ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 21% എന്നുള്ളതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് 1 മുതൽ 9 വരെയുള്ള പെർസെൻറ്റേജ് വാല്യൂസിനാണ് ഇത്തരത്തിൽ ഡബിൾ ചെയ്ത് പോയിന്റ് ഇട്ട് സ്ക്വയർ ചെയ്യുന്ന ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 10 മുതൽ അത് പറ്റില്ല. അപ്പോൾ നോർമലി നമുക്ക് എക്സാമിന് കണ്ടുവരുന്ന മിക്ക ചോദ്യങ്ങളൊക്കെ ഇതിനുള്ളിൽ നമുക്ക് കിട്ടാറുണ്ട്. ചിലത് റാൻഡമായിട്ട് അതിന് മുകളിലേക്ക് പോകാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ മെത്തേഡുകൾ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ടൈം നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 മുതൽ 9 വരെയാണ് ഞാൻ ഈ പറഞ്ഞ ഡബിൾ ചെയ്യുകയും സ്ക്വയർ ചെയ്യുകയും ചെയ്യുന്ന ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി 10% ഒക്കെ എപ്പോഴും ചോദിച്ച് കാണുന്ന വാല്യൂസ് ആണ്. സോ അതെന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, 21% ആണ് അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് ഓർത്തിരുന്നാൽ നല്ലതാണ്. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്കത് ചെയ്യാം. കാരണം നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ 10% ഒക്കെ നമ്മൾ ഒരുപാട് തവണ കാണും. അങ്ങനെ നമ്മുടെ മെമ്മറിയിൽ ഇത് 21% ആണ് എന്ന് പതിഞ്ഞോളും. ഇനി ഈ എല്ലാ വാല്യൂസും കാണാപ്പാടം പഠിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ സെലക്റ്റീവായിട്ട് ഞാൻ കുറച്ചൊന്നും ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 15%, 20% ഒക്കെ അതൊക്കെ സാധാരണയായി കാണാറുള്ള പെർസെൻറ്റേജ് വാല്യൂസ് ആണ്. അതുകൊണ്ട് അതെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ട് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ 1 മുതൽ 10 വരെയുള്ളത് ഇപ്പം തന്നെ നിങ്ങൾക്ക് ബൈഹാർട്ടാണ്. ഇനി പറ്റുമെങ്കിൽ നിങ്ങളുടെ മെമ്മറി പവർ അനുസരിച്ച് എന്ത് ചെയ്യുക, ബാക്കിയുള്ളത് പഠിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത്. മറ്റു ടെക്നിക്കുകളുണ്ട്, പക്ഷേ മറ്റു ടെക്നിക്കുകൾ യൂസ് ചെയ്തവർക്കറിയാം ഒരുപാട് സമയമെടുക്കുന്ന രീതിയുണ്ട്. അപ്പം ഡിഫറെൻ്റ് ആയ ടെക്നിക്കുകൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലുണ്ട്. ഇപ്പം നമുക്ക് ട്രീ മെത്തേഡ് ഉണ്ട്, അതേപോലെ ഗോൾഡൻ റേഷ്യോ ഉണ്ട്, സക്സസീവ് പെർസെൻറ്റേജ് മെത്തേഡ് ഉണ്ട്, A+B+AB/100. അപ്പോൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്നുള്ള രീതിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ഡിഫറൻസ് എന്ന് കാണാൻ സാധിക്കും. അതായത് സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ഇവിടെ എന്താണ്, 2.01-ഉം 2-ഉം തമ്മിലുള്ള ഡിഫറൻസ് 0.01% ആണ്. 8.16%-ഉം 8%-ഉം തമ്മിലുള്ള ഡിഫറൻസ് 0.16% ആണ്. അതായത് ചിലപ്പോൾ ചില ചോദ്യങ്ങളിൽ എന്ത് ചോദിക്കും, ഡിഫറൻസ് ചോദിക്കും. അപ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്താൽ ആ ഡിഫറൻസ് വാല്യൂ, ഡിഫറൻസിൻ്റെ പെർസെൻറ്റേജ് അപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ 1-2 ചോദ്യങ്ങൾ നമുക്കൊന്ന് സാമ്പിളായിട്ടൊന്ന് ചെയ്ത് നോക്കാം. അതോടൊപ്പം തന്നെ 3 ഇയറിൻ്റെ ഒരു ചാർട്ട് കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. 3 വർഷത്തേക്കുള്ള സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനും എന്തുണ്ട്, ചാർട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ റേറ്റ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ എന്താണോ റേറ്റ് അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ എന്താണ്,
നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഇവിടെയുള്ള വാല്യൂവിനെ 3 കൊണ്ട് ഗുണിച്ചാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻ പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അങ്ങനെയല്ല. ഇപ്പോൾ 1% ആണ് വരുന്നതെങ്കിൽ 3.0301% ആയിരിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ 10% ആണെങ്കിൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3 വർഷത്തേക്കുള്ളതാണെങ്കിൽ 33.1% ആയിരിക്കും. ഇനി 5% ആണെങ്കിൽ 15.7625% ആയിരിക്കും. അപ്പോൾ പ്രോബ്ലത്തിൽ നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന പ്രോബ്ലത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കാണുന്ന പെർസെൻറ്റേജുകളാണ് 3, അതേപോലെ 5, 10, 20 ഒക്കെ. അതുകൊണ്ടാണ് അതിൻ്റെ വാല്യൂസ് ഹൈലൈറ്റ് ചെയ്തത്. കാരണം ഈ പെർസെൻറ്റേജ് ഒക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ അത് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ഒരു പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം ഈ മെത്തേഡ് ഉപയോഗിച്ച്. ക്വസ്റ്റ്യൻ ഇതാണ്: എ സം ഓഫ് ₹20,000 ഈസ് ഗിവൺ ഓൺ 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 years. ഫൈൻഡ് ദ ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയേ. 20,000 രൂപ 10% കൂട്ടുപലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ കൂട്ടുപലിശ എത്രയാണ്? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ 20,000 അതാണ് പ്രിൻസിപ്പിൾ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. 10% പലിശ 2 വർഷത്തേക്ക്. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ വാല്യൂ പറഞ്ഞു. നമ്മുടെ ചാർട്ട് മെത്തേഡിൽ നിന്ന് നമുക്കറിയാം 2 ഇയറിലേക്ക് 10% പലിശയാണെങ്കിൽ അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ തുകയുടെ 21% ആയിരിക്കും. അപ്പോൾ എന്ത് മാത്രം ചെയ്താൽ മതി? പ്രിൻസിപ്പിളായ 20,000-ൻ്റെ 20,000-ൻ്റെ 21% കണ്ടാൽ മതി. അതായത് 21/100. ഈ 2 പൂജ്യങ്ങൾ വെട്ടിക്കളയുക. 21 × 2 42, 2 പൂജ്യം ഇടുക. 4200. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സോ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ എത്ര സമയം എടുത്തു? വളരെ ഫാസ്റ്റായിട്ട് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമ്മളിത് സോൾവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം നോക്കി നോക്കാം. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സെർട്ടൻ സം ഓഫ് മണി ഫോർ 2 years at 4% per annum is ₹4. The sum is. അതായത് 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് 4% പലിശ. ആ വ്യത്യാസം എന്ന് പറയുന്നത് 4 വ്യത്യാസം 4. അങ്ങനെയാണെങ്കിൽ തുക അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം 4% കേസാണെങ്കിൽ അതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 8% ആയിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലോ എത്രയാണ്? 4 × 2 8. അതേപോലെ 8ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16. അപ്പോൾ 8.16%. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള പെർസെൻറ്റേജിലുള്ള ഡിഫറൻസ് എത്രയാണ്? 0.16% ആണ്. അതാണ് നമുക്കിവിടെ 4 എന്ന് തന്നിരിക്കുന്നത്. അതായത് 0.16% എന്ന് പറയുന്നത് 4. അങ്ങനെയാണെങ്കിൽ 1% എന്ന് പറയുന്നത് എത്രയാണ്? 4/0.16 ആണ് അല്ലേ? അപ്പം 4/0.16 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 25 ആണ്. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 100% ആണ്. അപ്പോൾ 25 × 100 ആയിരിക്കും ഉത്തരം. എത്ര വരുന്നു? 2500 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ ടേബിളിൽ നിന്നും നമുക്ക് ഇങ്ങനെ വേണേൽ ഓർത്തിരിക്കാനാണെങ്കിൽ അങ്ങനെയും, അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഡിഫറൻസ് എന്ന് പറയുന്നത് 0.16% ആണ്. 4% വരുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 8%, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 8.16%. സോ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസിനെ എന്ത് ചെയ്യുവാണ്? പെർസെൻറ്റേജിലേക്ക് നമ്മൾ കൊടുക്കുവാണ്. അപ്പോൾ പെർസെൻറ്റേജിലൂടെ ഫാസ്റ്റായിട്ട് ആൻസർ സോൾവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി അറ്റ് 4% per annum for 2 years is 80. The compound interest in the same sum for the same period is. 2 വർഷത്തേക്ക് പ്രതിവർഷം 4% പലിശ നിരക്കിൽ ഒരു തുകയുടെ സാധാരണ പലിശ 80 രൂപയാണ് എങ്കിൽ അതേ കാലയളവിലെ തുകയുടെ കൂട്ടുപലിശ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കാമോ? ഇതും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ?
4% ആണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 2 വർഷത്തേക്കാണ്, അത് 80 രൂപയാണ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ റേറ്റ് ഇൻറ്റു ടൈമാണ്, അല്ലെങ്കിൽ 4ൻ്റെ ഇരട്ടി 8. 4 × 2 8% സിമ്പിൾ ഇൻട്രസ്റ്റ്. ആ 8% 80 എന്ന് എവിടെ തന്നിട്ടുണ്ട്? ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 8% 80 ആണെങ്കിൽ 1% 10 1% 10 പ്രിൻസിപ്പിളായ 100% എന്ന് പറയുന്നത് 10 × 100 അത് 1000. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം? നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4% പലിശ വരുമ്പോൾ 4ൻ്റെ ഇരട്ടി 8, പിന്നെ ഒരു പോയിന്റ് ഇടുക, 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16. 8.16% ആയിരിക്കും നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. എന്തിൻ്റെ 8.16%? പ്രിൻസിപ്പിൾ തുകയായ 1000ൻ്റെ 8.16%. അതായത് 8.16 ഹരിക്കണം 100. അപ്പോൾ ഈ രണ്ട് സീറോയും ക്യാൻസൽ ചെയ്തു. 8.16 × 10 നമുക്ക് കിട്ടും 81.6 എന്ന ആൻസർ. സോ ഓപ്ഷൻ ഡി 81.60 വിൽ ബി ദ റൈറ്റ് ആൻസർ. സോ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ഈ പ്രോബ്ലവും നമ്മൾ സോൾവ് ചെയ്തു. ഇനി 3 ഇയർ വരുമ്പം എങ്ങനെയായിരിക്കും എന്ന് ഒരു പ്രോബ്ലത്തിലൂടെ നോക്കിയാലോ? ക്വസ്റ്റ്യൻ ഇതാണ്. 20,000 ആണ് പ്രിൻസിപ്പിള്, 5% പലിശയാണ്, 3 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മുടെ 3 ഇയറിൻ്റെ ചാർട്ട് ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കാം. ഇതാണ് 3 ഇയറിൻ്റെ ചാർട്ട് എന്ന് പറയുന്നത്. 5% പലിശ വരുവാണെങ്കിൽ അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 15.7625% ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. 3 ഇയർ ആണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 15.7625%. എന്തിൻ്റെ 15.7625%? പ്രിൻസിപ്പിൾ തുകയായ 20,000ൻ്റെ 15.7625%. സോ ഡിവൈഡഡ് ബൈ 100 നമ്മളിവിടെ കൊടുക്കുന്നു. 0 കട്ട് ചെയ്യുന്നു. സോ 2 × ഇവിടെ ഒരു 2 0 ഉണ്ട്. സോ 1576.25. സോ 2 × 1576.25 എന്ന് പറയുന്നത് 3152.50. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സോ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഇത് ഒരുപാട് സമയം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓപ്ഷൻ സി എന്ന് കിട്ടും. അതായത് നേരെ പെർസെൻറ്റേജിലേക്ക് ഈ ബോൾ കൈമാറുന്നു, പെർസെൻറ്റേജിലൂടെ അത് ഗോളാക്കുന്നു, ആൻസറിലേക്ക് എത്തുന്നു. ക്ലിയർ ആണല്ലോ? സോ ഈ മെത്തേഡ് വളരെ ഫാസ്റ്റാണ്. ഈ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എല്ലാ വർഷവും ഒരേ പലിശ ശതമാനം ആയിരിക്കണം. അതായത് 3 വർഷവും എന്തായിരിക്കണം? 5% തന്നെ ആയിരിക്കണം. റെയറായിട്ട് ചില ചോദ്യങ്ങളിൽ ഒന്നാമത്തെ വർഷം 4%, രണ്ടാമത്തെ വർഷം 5%, മൂന്നാമത്തെ വർഷം 6% എന്ന് വരാറുണ്ട്. അപ്പോൾ നമുക്ക് വേറെ മെത്തേഡുകളൊക്കെ ഉണ്ട്, അത് അപ്ലൈ ചെയ്യണം. പക്ഷേ നോർമലി കൂടുതലും കാണുന്ന ചോദ്യങ്ങളും എല്ലാ വർഷവും ഒരേ ശതമാനം തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇതിനു മുമ്പ് ഈ ചോദ്യത്തിലെല്ലാം എല്ലാ വർഷവും എന്താണ്? 4% തന്നെയാണ്. ആ ചോദ്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് മാത്രമല്ല, വേറെയും മെത്തേഡുകളുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗോൾഡൻ റേഷ്യോ, ട്രീ മെത്തേഡ്, സക്സസീവ് പെർസെൻറ്റേജ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ ഡിഫറെൻറ്റ് മെത്തേഡുകളുണ്ട്. അപ്പം ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന രീതിയിലാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ എക്സാമിന് ഇത് ഉപയോഗിക്കണം. അത് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് ആൻസർ എടുക്കുകയും വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സൈലത്തിൽ ഒരുപാട് ബാച്ചുകൾ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ചുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാണ്. നമ്മുടെ SSC CGL മാസ്റ്റർ ബാച്ച് എന്ന് പറഞ്ഞ ഒരു ബാച്ച് ഉണ്ട്. സോ അതിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ്. ഒരു CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഒരു ബാച്ചാണിത്. സോ 200+ അവർ ലൈവ് ക്ലാസ്സുകൾ, അതേപോലെ 3 to 4 അവർ ഡെയിലി ക്ലാസ്സുകൾ, 6 to 7 days വീക്ക്ലി
ക്ലാസ്സസ് എന്നൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതൊരു ക്രാഷ് കോഴ്സാണ്, CGL Tier 1 വേണ്ടിയുള്ള ഒരു ക്രാഷ് കോഴ്സാണ്. അപ്പോൾ ഇതുപോലെയുള്ള ടെക്നിക്കുകൾ, ഫാസ്റ്റ് ആയിട്ടുള്ള മെത്തേഡുകളൊക്കെ യൂസ് ചെയ്തായിരിക്കും നമ്മൾ ഇതിലൊക്കെ ക്ലാസ്സുകൾ കൊടുക്കുക. സോ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. ഒരു 1,999 മാത്രമാണ് ഇതിൻ്റെ ഫീസ്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അവിടെ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ഇനി SSC CGLന്റെ സെലക്ഷൻ ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്. മുൻപ് പറഞ്ഞത് ഒരു ക്രാഷ് ബാച്ച് ആയിരുന്നു, ഇത് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ബാച്ചാണ്. സോ SSC CGL സെലക്ഷൻ ബാച്ച് 400+ അവർ ലൈവ് ക്ലാസ്സുകൾ, 2 to 4 ക്ലാസ്സസ് ഡെയിലി, 5 to 6 ഡേയ്സ് വീക്ക്ലി ക്ലാസ്സുകളും ഇതിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫീ വരുന്നത് 5,999 ആണ്. മറ്റേത് ക്രാഷ് ആണ്, ഇത് ക്രാഷ് കോഴ്സ് അല്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ടോപ്പിക്കുകളൊക്കെ, മറ്റേത് കുറഞ്ഞ ടൈം കൊണ്ട് പെട്ടെന്ന് കവർ ചെയ്യുന്ന ഒരു ബാച്ചാണ്. ബട്ട് ഇത് കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് നീണ്ടു കിടക്കുന്ന ഒരു ബാച്ചാണ്. സോ ഇതിൻ്റെ അഡ്മിഷൻസും ഓപ്പൺ ആണ്. സോ ഉറപ്പായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു CGL സെലക്ഷൻ ബാച്ചിലേക്ക് ആഗ്രഹമുള്ളവർ അത് യൂട്ടിലൈസ് ചെയ്യാം. ഇനിയും കഴിഞ്ഞില്ല, CHSL ലെജൻസ് ബാച്ച്, CHSL ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മുടെ CHSL ലെജൻസ് ബാച്ച് ഉണ്ട്. 400 അവർ ക്ലാസ്സുകൾ, 2 to 4 ക്ലാസ്സസ് ഡെയിലി, വീക്ക്ലി 5 to 6 ഡേയ്സ് ക്ലാസ്സുകൾ, ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. 2,999 ആണ് ഇതിൻ്റെ ഫീ. അപ്പോൾ ഒരു CHSL എക്സാം മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു ബാച്ച് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് എക്സ്ക്ലൂസീവായിട്ട് അതിനുവേണ്ടി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ചാണ്. ഇനി തീർന്നിട്ടില്ല, MTS ബാച്ച്, ഒരു 10ാം ക്ലാസ് യോഗ്യത, 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് എനിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ, എനിക്കൊരു കേന്ദ്ര ഗവൺമെന്റ് ജോലി കിട്ടാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നവരുണ്ടാകും. അവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കൊരു MTS എക്സാമുകൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സോ 2,999 എന്ന ഫീലാണ് ഈ ബാച്ച് വരുന്നത്. സോ വിന്നേഴ്സ് ബാച്ച്, MTS വിന്നേഴ്സ് ബാച്ച്, ഈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസും ഓപ്പൺ ആണ്. നിങ്ങൾ സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും, SSC മാത്രമേ ഉള്ളൂ, ഞാൻ റെയിൽവേ എക്സാം ആണ് ഫോക്കസ് ചെയ്യുന്നത്, റെയിൽവേക്ക് എന്തെങ്കിലും ബാച്ച് ഉണ്ടോ എന്ന് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും. അവരും വിഷമിക്കേണ്ട. നമ്മുടെ ALP എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. സോ ALP എക്സാമിന് വേണ്ടിയുള്ള ഗ്രേഡ് അപ്പ് ബാച്ചും നമ്മുടെ സൈലത്തിൽ അവൈലബിൾ ആണ്. 2,499 ആണ് നമ്മുടെ കോഴ്സ് ഫീ വരുന്നത്. സോ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. സോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. A to Z മുതലുള്ള കാര്യങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലാത്ത ആപ്പിലൂടെയും ചെയ്യാം. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും കൃത്യമായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. അതിലും അപ്ഡേറ്റുകൾ വരുന്നതായിരിക്കും. ഇനി RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 and 3 നോക്കുന്നവർക്കാണെങ്കിൽ അവർക്കും ബാച്ചസ് അവൈലബിൾ ആണ്. 2,499 എന്ന ഫീല് 450+ അവർ ക്ലാസ്സുകളും 2 to 4 അവർ ഡെയിലി ക്ലാസ്സുകളും 5 to 6 ഡേയ്സ് വീക്ക്ലി ക്ലാസ്സുകളുമായിട്ട് RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 and 3 ബാച്ചസും അവൈലബിൾ ആണ്. സോ ഒരു കേന്ദ്ര സർക്കാർ ജോലി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, മടിച്ചു നിൽക്കേണ്ട, ധൈര്യമായിട്ട് തന്നെ സൈലത്തിൽ ജോയിൻ ചെയ്ത് സൈലത്തോടൊപ്പം പഠിക്കുക. സോ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. സോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്.